ഇസ്ലാമിലെ സ്വർഗം ഇവിടെയുള്ള എക്സ് മുസ്ലിംസും നിരീശ്വരവാദികളും എപ്പോഴും പരിഹസിക്കുന്ന ഒരു വിഷയമാണ്. എന്താണ്? പാലിന്റെ പുഴ, തേനിന്റെ പുഴ, എല്ലാ ഭാഗത്തും സ്ത്രീകൾ. ഒരു സഭയിൽ പറയാൻ പറ്റാത്തതാണല്ലോ നിങ്ങളുടെ സ്വർഗം. പക്ഷേ സ്വർഗം എന്ന് പറഞ്ഞാൽ സൂഫികൾക്ക് എന്താണ്? ജെറുസലേമിന്റെ തെരുവിലൂടെ ഒരു കയ്യിൽ റാന്തലും മറുകൈയിൽ ഒരു കൊട്ട വെള്ളവുമായി നടക്കുകയാണ് റാബിയ അദവിയ റളിയല്ലാഹു അൻഹ. ചോദിച്ചു, എന്തേ പെണ്ണെ നിങ്ങൾക്ക് പറ്റി? എന്തിനാണ് ഈ കയ്യിൽ റാന്തലും പച്ചവെള്ളവും? അപ്പൊ എന്തേ പറഞ്ഞത്? മറുപടി, ആളുകൾക്ക് വേണ്ടത് സ്വർഗമാണ്, ആളുകൾക്ക് പേടി നരകവുമാണ്. ആളുകൾക്കാർക്കും അള്ളാഹുവിനെ വേണ്ട, അള്ളാഹുവിനെ വേണ്ടാതായിരിക്കുന്നു, വേണ്ടത് സ്വർഗമാണ്. അതുകൊണ്ട് ഞാൻ ഈ തീപ്പന്തം കൊണ്ട് സ്വർഗം കത്തിക്കാൻ പോവുകയാണ്. സൂഫി വാക്കുകളാണ്. ആളുകൾക്ക് ഭയം നരകമാണ്, അതുകൊണ്ടാണ് നിസ്കരിക്കുന്നതും ആരാധനകൾ ചെയ്യുന്നതും. ഞാൻ ഈ വെള്ളമൊഴിച്ച് നരകം കത്തിക്കാനും പോവുകയാണ്, നരകം കെടുത്താനും പോവുകയാണ്. അതെന്ത് വർത്തമാനമാണ് എന്നൊരു പക്ഷേ പൊതുബോധ മുസ്ലിമിന് തോന്നിയേക്കാം. പക്ഷെ അതാണ് വർത്തമാനം. ഈ റാബിയോട് ചോദിച്ചു, ജെറുസലേമിലെ രാജാവ് 3 തവണ വിവാഹാഭ്യർത്ഥന, ഞാൻ വിവാഹം ചെയ്തോട്ടെ. അദവി ഗോത്രത്തിലെ 4ാമത്തെ പുത്രി, അതാണ് റാബിഅത്തു അദവിയത്തുൻ. രാജാവ് പറഞ്ഞു, നിന്റെ കൂടെ ശയിക്കാനോ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് സേവനം ചെയ്യിപ്പിക്കാനോ ഒന്നുമല്ല. നാളെ മഹ്ശറിലെത്തിയാൽ എനിക്കും പറയാലോ റാബിയയുടെ ഭർത്താവാണ് ഞാൻ എന്ന വിലാസം കിട്ടുമല്ലോ, അതിനാണ്. ആ മറുപടി മഹദിക്ക് വളരെ ഇഷ്ടമായി. മഹദി ഒന്ന് ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, അപ്പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഒരു പ്രശ്നം. ഞാൻ ആലോചിച്ചപ്പോ അവരുടെ ചോദ്യമാണ് ചോദിച്ചത്, ഹൽ അല സൗജത്തി അൻ തുഹിബ്ബ സൗജഹാ ഫമാ ഫീ ഖൽബി ബുദ്ദുൻ അല്ലാ യുഹിബ്ബ മൗലായ. ഹൽ അല സൗജത്തി അൻ തുഹിബ്ബ സൗജഹാ. ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കടമയില്ലേ? കല്യാണം കഴിഞ്ഞാൽ മനസ്സ് തരണല്ലോ. ശരീരം നിങ്ങൾക്ക് വേണ്ട, ഓക്കെ, എന്റെ സേവനം വേണ്ട, ഓക്കെ, പക്ഷെ മനസ്സ് തരണല്ലോ. ഫമാ ഫീ ഖൽബി ബുദ്ദുൻ അല്ലാ യുഹിബ്ബ മൗലാ. അല്ലാ യുഹിബ്ബ മൗലായ ഔ മൗലാഹു. ഓർമ്മയില്ല, രണ്ടും ഫിറ്റാണ്. ഏതായാലും അറബിയിൽ എന്റെ കൽബിൽ ഒരു ഒഴിവും ഇല്ല അതിന്റെ നാഥനെ സ്നേഹിക്കാതെ. നിങ്ങൾക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിലല്ലേ, ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റൂ. സോറി. എന്നിട്ട് പാടിയതാണ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ചെല്ലിയ കുറെ ആളോ ഇവിടെ ഉറക്കത്തിലാണ്, ഒച്ചത്തില്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഒച്ച പോരാ, എനിക്ക് പാട്ടറിയില്ല, നിങ്ങൾക്ക് അറിയാലോ. ഏതോ ഒരു കുട്ടി നല്ലോണം പാടണം. ഇല്ലല്ലാ, എനിക്ക് അല്ലാഹു മതി. അല്ലാഹു ആണ് വാസ്തവത്തിൽ സ്വർഗം എന്ന് നമ്മൾ പറയേണ്ടതല്ലേ? അതല്ലേ ശരിക്കും സ്വർഗം? ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും വറളു അൻ ദാലിക ലിമൻ ഖശിയ റബ്ബ. ജസാഉഹും ഇൻദ റബ്ബിഹിം. ഇന്ദിയത്താണ് പ്രധാനം, മഅയ്യത്തുള്ളയാണ് പ്രധാനം. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ആസിയ ബി അല്ലാഹുവിനോട് ദുആ ചെയ്തതിനെ മാതൃകയായി ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ആസിയ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ. നിന്റെ അരികെ എനിക്ക് തോട്ടത്തിൽ ഒരു വീട്. സ്വർഗം വാസ്തവത്തിൽ ഏതാ? അല്ലാഹു. ഒരാൾ സ്റ്റേറ്റ് നേതാവായി എന്ന് കൂട്ടിക്കോ, സംസ്ഥാന നേതാവായി, സംസ്ഥാന പ്രസിഡന്റായി, അഖിലേന്ത്യാ നേതാവായി. അപ്പൊ അയാൾ എന്ത് ചെയ്യും? പഴയ വീടൊക്കെ ഒന്ന് മോടി കൂട്ടും, സോഫയൊക്കെ ഒന്ന് മാറ്റും. ഒരു വാഹനത്തിന് മാത്രം കറങ്ങാവുന്ന മുറ്റം ഒരു 4-5 വാഹനങ്ങൾക്ക് കറങ്ങാവുന്ന നിലയിൽ വലുതാക്കും.
ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിക്കും വീട്ടിൻ്റെ മുറ്റത്ത്, അക്വേറിയമൊക്കെ വെക്കും, നല്ല വെള്ളവും നല്ല ഫ്രൂട്ട്സൊക്കെ 24 മണിക്കൂറും അവൈലബിൾ ആക്കും. കാരണം ഗസ്റ്റുകൾ വരും, അള്ളാനെ കാണാൻ ഗസ്റ്റുകൾ വരും സ്വർഗത്തിൽ. ലിഖാഉള്ളയാണ് പ്രധാനം. അപ്പൊ അവർക്ക് മേയാൻ ജന്നാത്ത് ഉണ്ടാകണം, കാറ്റ് കൊള്ളാൻ മരങ്ങൾ ഉണ്ടാകണം, കഥ പറഞ്ഞിരിക്കാൻ അരുവികൾ ഉണ്ടാവണം, കുടിക്കാൻ ഫ്രൂട്ട്സ് പഴച്ചാറുകൾ കിട്ടണം. അത് രണ്ടാമത്തതാണ്. പാൽപ്പുഴയും തേൻപുഴയും, ഒരു പുഴയൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഇനി പാൽപ്പുഴയും തേൻപുഴയും സൽസബീലും തസ്നീമും ഇതൊക്കെ രണ്ടാമത്തതാണ്. ഒന്നാമത്തത് സ്വർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി സൂഫികൾ പറയുന്ന സ്വർഗത്തെ അവതരിപ്പിച്ചാൽ ഏത് ബുദ്ധിക്കും കൺവിൻസ്ഡ് ആവും. ലിഖാഉള്ളയാണ് സ്വർഗം. ഉസല്ലി ഫർളൽ ളുഹരി 4 റകഅത്തിൻ മുതവജ്ജിഹൻ ലിൽ ഖിബ്ലത്തി അദഅൻ ലില്ലാഹി തആല. എന്താണ് ലില്ലാഹി തആല? അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? നീ എന്തിനാണ് 20 കൊല്ലമായി പ്രവാസത്തിന് കഷ്ടപ്പെടുന്നു? മകളെ കെട്ടിക്കാൻ വേണ്ടി. എന്തിനാണ് പാടത്തും പറമ്പത്തും അധ്വാനിക്കുന്നത്? വീട് വെക്കാൻ വേണ്ടി. അവിടെ അത് ഗായിയാണ്, ലാമലിൽ ഗായ, ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ഒരു കാര്യം നേടിയെടുക്കാനാണ്. അതേസമയം ലില്ലാഹി തആല എന്ന് പറഞ്ഞാലോ, അതിന്റെ ഒരു നീ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? വിശപ്പ് മാറാൻ. വെള്ളം കുടിക്കുന്നത് എന്തിനാ? ദാഹം മാറാൻ. നിസ്കരിക്കുന്നത് എന്തിനാ? അള്ളാനെ കിട്ടാൻ. അള്ളാനെ കിട്ടാൻ. മോൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലെ അല്ല. വീട് മോൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കുകയല്ല, അള്ളാനെ കിട്ടാനാണ്. ഇദഹ്തുജിബു അൻ റുയത്തില്ലാഹി. അതാഹുല്ലാഹു സിക്കന്ദരി റഹിമഹുല്ലയുടെ ഹിക്കമിന് ശറഹ് ചെയ്തുകൊണ്ട് ഈഖാഉൽ ഹിമമിൽ ഇബ്നുൽ ഹാജിബ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. സ്വർഗത്തിലെത്തിയതിനു ശേഷം അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കെ ഇദഹ്തുജിബു അൻ റുയത്തില്ലാ, അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കെ ആ കാഴ്ച ആർക്കെങ്കിലും മുറിഞ്ഞു പോയാൽ ഫയസ്തഗീഥൂന മിൻഹാ കമാ യസ്തഗീഥു അഹ്ലുൻ നാരി മിനൻ നാർ, നരകാവകാശികൾ ആ തീയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് നരകത്തിൽ കടന്നവർ കേണ് പറയുന്ന പോലെ സ്വർഗത്തിൽ കടന്നവർ പറയും, ഈ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിത്ത, ഞങ്ങൾക്ക് നരകത്തിലായാലും അള്ളാഹുവിനെ കണ്ടാൽ മതി. അതാണ് സ്വർഗം, അതാണ് സ്വർഗം. ഇന്ന മിനൽ ഇബാദ് മൻ യഅബുദല്ലാഹ ലിഗറദിൻ ആഖർ فكأنه لو حصل ذلك الغرض بطريق آخر لترك الواسطة. ഇമാം ഖുർത്തുബി. അല്ലാഹു അല്ലാത്ത ലക്ഷ്യത്തിന് വേണ്ടി ആരാധിക്കുന്ന ആളുകളുണ്ട്, പക്ഷേ ആ ആളുകൾക്ക് സ്വർഗമാണ് ഉദ്ദേശം. സ്വർഗം കിട്ടിയാൽ അല്ലാഹുവിനുള്ള ആരാധന ഒഴിവാക്കും. ذلك جهل عظيم. വിഡിത്തമാണ്. ഞാൻ അങ്ങോട്ടേക്ക് എൻ്റെ വിഷയം പോവുകയല്ല. അപ്പൊ ബേസിക്കലി എല്ലാ രീതികളിൽ ആലോചിച്ച് നോക്കിയാലും ഈ ഇസ്ലാമിനെ നമ്മൾ ഈ പറയുന്നത് പോലെ നവീകരിച്ച് മറ്റെന്തോ ആക്കി തീർത്ത് പറയുന്ന ഒരു പ്രശ്നം സമൂഹത്തിൽ തീർച്ചയായും ഉണ്ട്. ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് റിദ്വാനും മിനല്ലാഹ്, സാറ്റിസ്ഫാക്ഷനാണ്. ഭൗതികവാദികളുടെയും ജീവിതത്തിന്റെ ഉദ്ദേശം സാറ്റിസ്ഫാക്ഷനാണ്, സംതൃപ്തി കിട്ടുക. മുസ്ലിങ്ങൾ പറയുന്ന സംതൃപ്തി അള്ളാഹനെ അനുഭവിക്കുക എന്ന് പറയുന്ന സംതൃപ്തിയാണ്. ആ സംതൃപ്തിയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ബോണസുകളാണ്, ആനുകൂല്യങ്ങളാണ് ബാക്കി പറഞ്ഞ കഥകളൊക്കെ. എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞതാണ്. അപ്പോ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം 11:30 മണി കഴിഞ്ഞു അല്ലേ ഉസ്താദേ? കുഴപ്പമില്ലേ? അല്ലെ, കുറച്ചുകൂടി പറഞ്ഞിട്ട് നിങ്ങൾ ഇടപെടാം, ഞാൻ മാത്രം പറയുന്നില്ലെന്നാൽ. അപ്പൊ ആ വഴി നമ്മൾ ഇവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആളുകൾ അങ്ങോട്ടേക്ക് ഇസ്ലാം നാമധാരികൾ പോകുമ്പോൾ അവരെന്തുകൊണ്ടാണ് അവർക്ക് അനുകൂലമായി മീൻസ് അവർക്ക് കൺവിൻസിംഗ് ആയൊരു ഭാഷ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ആധ്യാത്മികമായ തസവുഫിന്റെ അംശം കലർത്തിയിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയാൽ അത് കൺവിൻസിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ആ വിഷയത്തിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ തന്നെയല്ലേ സ്വർഗം? അങ്ങനെ തന്നെയല്ലേ സ്വർഗം?
ഇന്ത്യത്ത് മഴയത്തില്ലാത്ത സ്വർഗം സ്വർഗമാണ്. ഇനി അതിനൊരു മാള് പോലെ അവതരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വർഗം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് കേട്ടാൽ ഞാൻ എന്നെയും നിങ്ങളെയും നമ്മളെയും എല്ലാവരെയും അങ്ങനെ പറയുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. നമ്മൾ ദുബൈ മാളൊക്കെയാണെന്ന് തോന്നും സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ. സ്വർഗം ഒരു സിവിലൈസേഷനാണ്, കൾച്ചറാണ്. കൃഷിയുണ്ട്, കച്ചവടമുണ്ട്, ഒരു ജീവിതമല്ലേ. ഇപ്പൊ ലോകത്ത് യുക്തിവാദികളും നിരീശ്വരവാദികളും മുസ്ലിം സ്വാതന്ത്ര്യ ചിന്തകരും ആലോചിക്കേണ്ട വളരെ ഗൗരവമുള്ളൊരു വചനം കൂടിയാണത്. ഏത്? ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ. കാരണം ആധുനിക മനുഷ്യന്റെയും വിനോദസങ്കല്പം ഈ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. എത്ര വലിയ അപ്പാർട്ട്മെന്റുകൾ കെട്ടിയാലും അവിടെ ഒരു തോട്ടം ഉണ്ടാക്കാൻ ആളുകൾക്ക് കൗതുകമാണ്. കാരണം ഈ സർവൈവലിംഗ് സൈക്കോളജി എന്ന് പറയും, അതിജീവന മനഃശാസ്ത്രമാണ് പച്ചപ്പ്, ചെടികൾ. മരുഭൂമിയിലുള്ളവർ പോലും ചിത്രപ്പെടുത്തില്ല, അവരും ചിത്രപ്പെടുത്തുക പൂക്കളാണ്. കാരണം അവർക്കറിയാം ചെടികളും പൂക്കളുമാണ് അതിജീവനത്തിന്റെ സിംബൽ. ഖുർആൻ പറയുകയാണ് ജന്നാത്തു അദ്നിൻ, അദ്നെന്ന് പറയുന്ന തോട്ടം. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. ഖുർആൻ പല ഘട്ടങ്ങളിൽ ഉദ്ധരിക്കുന്ന ഒരു പ്രയോഗമാണ് സ്വർഗത്തിൽ അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമ ഭംഗി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ലോകത്ത് അറിയപ്പെട്ട എല്ലാ നാഗരികതകളും നദീതീരത്താണ്. മോഹൻജദാരോ ആയാലും ഹാരപ്പോ ആയാലും മെസപ്പൊട്ടോമിയൻ ആയാലും നൈൽ ഈജിപ്ഷ്യൻ ആയാലും മെഡിറ്ററേനിയൻ ആയാലും നദീതട സംസ്കാരങ്ങളായി ലോകത്തുണ്ടായിട്ടുള്ളൂ. കാരണം കൾട്ടിവേഷൻ നടക്കണം, കൃഷി നടക്കണം. ഇപ്പൊ സ്വർഗം എന്ന് പറയുന്ന ഒരു സാമൂഹിക സിസ്റ്റം, ഒരു എക്കോ സിസ്റ്റം, ഒരു സിവിലൈസേഷൻ രൂപപ്പെടണമെങ്കിൽ അത് നദീതീരത്താകണം. വിശുദ്ധ ഖുർആൻ പറയുകയാണ് തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. നദീതട സംസ്കാരമാണ് സ്വർഗം എന്ന് പരിശുദ്ധ ഖുർആൻ. നദികളില്ലെങ്കിൽ അവിടെ നടക്കില്ല. കൾട്ടിവേഷൻ ഉണ്ടാകണം, കൃഷി ഉണ്ടാകണം. സ്വർഗത്തിലെത്തിയാൽ എന്താ ഫുഡ്? ഞാൻ സ്വർഗം വിശദീകരിക്കുകയല്ല. നമ്മൾ വിമർശനം നേരിടുന്ന സ്വർഗത്തെ കുറിച്ച് പോലും ആ സ്വർഗം തന്നെയാണ്, വിമർശിക്കപ്പെടുന്ന സ്വർഗം തന്നെയാണ് ഇസ്ലാമിന്റെ നിത്യകാല പ്രസക്തിയെ വിളിച്ചോതുന്ന യുക്തിഭദ്രമായ ഭാഗം എന്നുള്ളതാണ് കൗതുകം. ചില ആളുകൾ ചിന്തിക്കും നമ്മൾ സ്വർഗം പറയണ്ട, നരകവും പറയണ്ട, അത് പുതിയ തലമുറയ്ക്ക് സ്വീകാര്യമാവണമെന്നില്ല. അതിൽ പറയുന്ന സംഗതികൾ പുതിയ തലമുറയെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സ്വർഗത്തിന്റെ ഡെപ്പിക്ഷൻ. ഖുർആൻ പറയുന്ന സ്വർഗം ഇസ്ലാം വിമർശകർ പറഞ്ഞെന്തോ ആക്കിയതിന് നമ്മൾ പ്രതികളല്ലല്ലോ. വാസ്തവം അവർ പഠിക്കട്ടെ. നദീതട സംസ്കാരം, കൃഷി ഉണ്ടാവണമെങ്കിൽ, ഫ്രൂട്ട്സ് കിട്ടണമെങ്കിൽ കൃഷി ചെയ്യണ്ടേ? في سدر مخلود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة. في سدر مخلود മുള്ളില്ലാത്ത പഴങ്ങൾ, وطلح منضود പഴുത്ത നേന്ത്രപ്പഴം, ഏത്തക്ക, وماء مسكوب ചഷകങ്ങൾ, വളില്ലിൻ മംദൂദ് പരന്ന തണലുകൾ, വഫാകിഹത്തിൻ കസീറ അറ്റമനന്തമായ ഫലങ്ങൾ, ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ സീസണൽ അല്ല, നിലക്കാത്ത അനവരതം വർഷിച്ചുകൊണ്ടേയിരിക്കുന്ന പഴങ്ങൾ. പഴങ്ങൾ കിട്ടണമെങ്കിൽ കൃഷി ചെയ്യപ്പെടണ്ടേ? സ്വർഗത്തിൽ കൃഷി ഉണ്ടാകും, മണ്ണുണ്ടാകും. ഒന്നൊക്കെ മത്സരി ചെയ്യണം, അല്ലെ മലക്കുകൾ ചെയ്യണം, എല്ലാം മടുക്കൂലേ? 3 ദിവസത്തേക്ക് താമസിക്കാൻ പോയതല്ലല്ലോ സ്വർഗത്തിൽ. ഖാലിദീന ഫീഹാ, സ്വർഗത്തിൽ കടക്കുന്നവർക്ക് അവിടെ പൗരത്വമുണ്ട്. ഇപ്പൊ ഗൾഫിലൊക്കെ പോയാൽ വലിയ അപ്പാർട്ട്മെന്റ്സും വലിയ വ്യവസായവും കോടികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്താ അറിയോ? പൗരത്വം ഇല്ല, നാഷണാലിറ്റി ഇല്ല. നാളെ രാവിലെ പോകണം എന്ന് പറഞ്ഞാൽ പോകേണ്ടി വരും. പൗരത്വം കിട്ടിയാൽ വലിയ സമാധാനമാണ്. പക്ഷേ മനുഷ്യന്റെ വിനോദ സങ്കല്പത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ് എവിടെയാണോ നാം
പോയി നിൽക്കുന്നത് അവിടെ നമുക്ക് ഔദ്യോഗികമായ അംഗീകാരം കിട്ടുക എന്നുള്ളത്. അതാണ് ഖുർആൻ പറയുന്നത് ഖാലിദീന ഫീഹ, സ്വർഗത്തിൽ കടന്നവർക്ക് അവിടെ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ ആധാർ കാർഡും ഉണ്ടാകും, റേഷൻ കാർഡും ഉണ്ടാകും, ഐഡന്റിറ്റി കാർഡും ഉണ്ടാകും, വോട്ടവകാശവും ഉണ്ടാകും എന്നല്ലേ പറയുന്നത്. സ്വർഗത്തിന്റെ രേഖയിൽ നമ്മളുണ്ട് എന്ന്. ഗസ്റ്റുകളല്ല സ്വർഗത്തിൽ, നമ്മൾ ഗസ്റ്റുകളല്ല, സ്വർഗത്തിൽ നമ്മൾ പൗരന്മാരാണ്. ഖാലിദീന ഫീഹ, സാറ്റിസ്ഫൈഡ്, പൗരത്വം കിട്ടി. പിന്നെയോ റളിയല്ലാഹു അൻഹും, നമ്മളൊരു വീട്ടിൽ അതിഥിയായി പോയാൽ ഒന്നാമത്തെ ദിവസമൊക്കെ ഓക്കെ, ഒരാഴ്ചയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടില്ല. കാരണം എന്താ? നമുക്കൊരു തോന്നലായിരിക്കും നമ്മൾ മടുക്കുന്നുണ്ടോ എന്ന്. ഒരാഴ്ചയൊന്നും കഴിയണ്ട, ഒരു നേരത്തോട് നേരമായാൽ തന്നെ. പക്ഷേ ഇവിടെ പറയുകയാണ് റളിയല്ലാഹു അൻഹും, അല്ലാഹുവിനെ ഇവരെ കുറിച്ച് മടുപ്പില്ല. എത്ര കാലമായി ഇവരെ പോറ്റുന്നു, ഇനി പുതിയൊരു ടീമിനെ കൊണ്ടുവരാം എന്ന് അള്ളാഹു കരുതില്ല. വറളൂ അൻ, എന്നാ നമുക്ക് അള്ളാഹിനെ മടുക്കുവോ, റസൂലിനെ മടുക്കുവോ? അതും ഇല്ല. കാരണം എന്താ? എത്ര വലിയ ഭൗതിക ലോകത്തെ നേതാക്കന്മാരാണെങ്കിലും ആദ്യമൊക്കെ കാണാനും കൂടെ പോകാനും ഒരു സെൽഫി എടുക്കാനൊക്കെ കൗതുകമായിരിക്കും. കണ്ടോണ്ടിരുന്നാലോ വലിയ മടുപ്പാണ്. ആദ്യം അങ്ങോട്ടേക്ക് ഒരു കോൾ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ആലോചിച്ചാണ്. കണ്ടോണ്ടിരുന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് കോള് വരുമ്പോൾ നമ്മൾ എടുക്കൂല, മടുപ്പാണ്. ഇവിടെയുള്ള ഏത് ലീഡേഴ്സ് ആണെങ്കിലും വാസ്തവം ഒരു പരിധിയോളം. പക്ഷേ റളിയല്ലാഹു അൻഹും വറളൂ അൻ, ഈ സ്വർഗത്തിൽ കടന്നവർക്ക് അള്ളാനെയും മടുക്കുന്നില്ല, റസൂലിനെയും മടുക്കുന്നില്ല. വിനോദ സങ്കല്പത്തിൽ ഇതിനേക്കാൾ എന്ത് വേണം? പൗരത്വമുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നദീതട സംസ്കാരം എന്ന് പറഞ്ഞ പോലെ ഉപജീവന മാർഗങ്ങളുണ്ട്, കൃഷിയുണ്ട്, കച്ചവടമുണ്ട്. സ്വർഗത്തിൽ കടക്കുമ്പോൾ പറയുക തന്നെ എന്താണ്? ഞാൻ ആ ഭാഗം തന്നെ പറഞ്ഞ് നേരം കളയുകയല്ല. അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ. സ്വർഗത്തിൽ കടക്കുമ്പോൾ പറയുകയാണ് അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ. എന്താണ് അടുത്ത വർത്തമാനം? എന്താണ്? സദഖനാ വഅദ നമ്മുടെ നാട് നമുക്ക് തിരിച്ചു തന്ന അള്ളാഹുവിനാണ് സർവസ്വതിയും. ഭൂമിയെ തിരിച്ചു തന്നു എന്നല്ല. 13,000 കിലോമീറ്റർ വ്യാസമുള്ള ഭൂമിയെ എന്തിനാണ് സ്വർഗാവകാശിക്ക്? മാലയിടാൻ. എത്ര അഭംഗിയാണ് ആ കൺസെപ്റ്റ്. നാട് തിരിച്ചു കിട്ടി. ദാ നോക്ക് മാർക്കറ്റ്, ദാ റോഡ്, ദാ കട, ദാ വയൽ, മാമലകൾ പച്ചപ്പെട്ടൊടുത്ത ഗ്രാമങ്ങൾ, ഭൂമിയിലുള്ള ഗ്രാമങ്ങൾ സ്വർഗാവകാശികൾക്ക് തിരിച്ചു കിട്ടും എന്നാണ് പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞു, സ്വർഗത്തിലെ സെക്സും, സ്വർഗത്തിലെ പാലും, സ്വർഗത്തിലെ തേനും, സ്വർഗത്തിലെ ഫ്രൂട്ട്സും, സ്വർഗത്തിലെ കൊട്ടാരവും, സ്വർഗത്തിലെ മരങ്ങളും, അതൊക്കെ 1000 വിശേഷങ്ങളിൽ 999-ാമത്തേതും 1000-ാമതുമാണ്. അതിൻ്റെ മുമ്പുള്ള മൊത്തം വിശേഷം ലിഖാഉല്ലാഹി വ മുറാഫഖത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണും ആണും സെക്സും പാലും ജ്യൂസും ഒന്നുമല്ല, അള്ളാഹിനെ കാണലും റസൂലുള്ളാഹിനോട് മിണ്ടലുമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അവതരിപ്പിക്കുന്ന സ്വർഗം അതാണ്, അല്ലാതെ സെക്സിന്റെ കഥ. അതൊക്കെ രസത്തിന്, അതിന്റെ എന്താണ് ബിദ്അത്ത് മഖ്സൂദല്ല, വിത്തബായിട്ട് പറയുന്നതാണ്. അതല്ല ഞാൻ ഈക്കാഉൽ ഹിമമിൽ ഇബ്നുൽ ഹാജിബ് തങ്ങളെ ഹദീസ് ഉദ്ധരിച്ചത്. ഇദഹ്തുജിബു അൻ റുഇയത്തില്ലാ, സ്വർഗത്തിൽ ഇപ്പുറത്ത് ഹൂർലിങ്ങളുണ്ട്, അപ്സരസ് ഉണ്ട്, ഈ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. അതല്ലേ ഒരു സ്വർഗാവകാശിയുടെ മനസ്സ്. ഇത്രയും സുഖപരതയുടെ പളപളപ്പ് ഇവരുടെ ഭാഷയിൽ അതുണ്ടായിരിക്കെ ഇദഹ്തുജിബു അൻ റുഇയത്തില്ലാ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാഹിനെ കാണുന്നതിനെ തൊട്ടവർ മറയിടപ്പെട്ടാൽ, തടയിടപ്പെട്ടാൽ, ഫയസ്തഗീഥൂന മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്താക്കിത്ത എന്ന് പറഞ്ഞുകൊണ്ടവർ വിലപിച്ച് കേണ് പറയും. ഖമാ യസ്തഗീസു അഹ്ലുൻ നാരി മിനൻ നാർ, നരകത്തിലെ തീയിൽ നിന്ന് കരിയുന്ന ആളുകൾ ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് കരഞ്ഞു പറയുന്ന പോലെ
ഞങ്ങളെ ഈ സ്വർഗത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണമേ, ഞങ്ങൾക്ക് അള്ളാനെ കണ്ടാൽ മതി എന്ന് മുഅ്മിനീങ്ങൾ പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹൂർലീങ്ങളെ കഥയൊന്നും സ്വർഗത്തിന്റെ കഥയിൽ 100ാമത്തെ കഥയാണ്. നമുക്കതെന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? അവർ ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്വർഗം പറയുന്നതിൽ നമ്മൾ സൂഫി മൻഹജിൽ നിന്ന് അകന്നു. ഞാൻ ഉസ്താദിനെ പറയല്ല, നമ്മളെല്ലാവരും നമ്മൾ പറയുന്ന സ്വർഗം ശരീരത്തിന്റെ സ്വർഗമാണ്. കുടിക്കുന്ന സ്വർഗം, തിന്നുന്ന സ്വർഗം, ഭുജിക്കുന്ന സ്വർഗം, ആ സ്വർഗമാണ്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ലാസ്റ്റ്, അതൊക്കെ എന്ന് പറയുന്നത്. ഇദാ സഅൽതൽ ജന്ന, റസൂലുള്ളാഹിന്റെ വേറെ ഹദീസ്, നീ സ്വർഗ്ഗത്തിന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഫസ്അലിൽ ഫിർദൗസിൽ അഅല, നീ ഫിർദൗസിൽ അഅലക്ക് വേണ്ടി ചോദിക്കണം. ഫഇന്ന സഖഫഹു, കാരണം ഫിർദൗസിൽ അഅലയുടെ മേൽക്കൂരയാണ് അർശുർ റഹ്മാൻ, അല്ലാഹുവിന്റെ സിംഹാസനം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വർഗത്തിലെ ഏറ്റവും വലിയ ബാൽക്കണിയുടെ വിശേഷമായി അള്ളാഹിന്റെ റസൂല് പറയുന്നത്, തീരാത്ത ഉടയാത്ത ഉടലുകളുള്ള സ്ത്രീകളോ മദ്യപ്പുഴയോ അതൊന്നുമല്ല. അള്ളാഹിന്റെ സിംഹാസനത്തിന്റെ കാഴ്ചയാണ്, അള്ളാഹിന്റെ തിരുമുൾ ദർശനമാണ് ഫിർദൗസിൽ അഅലയുടെ ഹൈലൈറ്റ് എന്ന് സാദിഖുൽ വഅദുൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യമുണ്ട്, വായിക്കാം. പരിശുദ്ധ ഇസ്ലാം ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും സംയുക്തമായതാണ്. അതിൽ പല കാര്യങ്ങളും ഗൈബിയായ കാര്യങ്ങളാണ്. ഒരു ഔലിയാക്കൾക്കും പ്രവാചകന്മാർക്കും ഇത്തരം ഗൈബിയായ കാര്യങ്ങൾ സമർത്ഥിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഒരു സാധാരണ മുസ്ലിം ഇത്തരം വിഷയത്തിൽ വരുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്രതികരണം നടത്തേണ്ടത്? നമുക്കറിയാത്ത ധാരാളം കാര്യങ്ങൾ ഈ ലോകത്ത് ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാലോ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് കൂടുതൽ എന്നുള്ളത് ഇസ്ലാമികമായി ചിന്തിക്കാതെ തന്നെ ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പെരടിയിൽ എവിടെ വരെ രോമമുണ്ട് എന്ന് കണ്ണാടി നോക്കാതെ പറയാൻ കഴിയും. നമ്മുടെ കാണുന്ന കണ്ണിൻ്റെ പീലിയുടെ എണ്ണം താഴെയുള്ളതോ മീതെയുള്ളതോ നമുക്ക് എണ്ണി പറയാൻ കഴിയുമോ? ഇല്ല. മനുഷ്യന്റെ ശരീരത്തിലുള്ളത് തന്നെ മനുഷ്യന് കണ്ടെത്താൻ കഴിയില്ല. ഉള്ളിലുള്ളതല്ല, പുറത്തുള്ളത്. ഉള്ളിലുള്ളത് അത്രയും കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ എന്താ പറഞ്ഞത്? ആഫാക്കിലും അംഫുസിലും അള്ളാഹിന്റെ ആയാത്തുകൾ ഉണ്ടാകും. സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ തബയ്യന ലഹും അന്നഹുൽ ഹഖ്. അപ്പോൾ ചക്രവാളങ്ങളിലും ശരീരങ്ങളിലും അള്ളാഹിന്റെ ദൃഷ്ടാന്തമുണ്ട്. മീൻസ് അറിയാത്തത് ഒരുപാട്. ശരീരത്തിൽ തന്നെ ഇത്ര ഉണ്ടെങ്കിൽ ഭൂമിയിൽ അതിലേറെയുണ്ട്, ആകാശങ്ങളിൽ അതിലേറെയുണ്ട്, മലക്കൂത്തിലും നാസൂത്തിലും ജബറൂത്തിലും മലഉൽ അലയിലും അതിനേക്കാളുമുണ്ട്, അള്ളാഹിന്റെ ലോകത്ത് അതിനേക്കാളുമുണ്ട്. ഇത് മനുഷ്യന്റെ പ്രാഥമിക ബോധം കൊണ്ടും യുക്തി കൊണ്ടും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ഉണ്ടെന്ന് അംഗീകരിച്ചാൽ തന്നെ മതി. യുഅ്മിനൂന ബിൽ ഗൈബ്, അപ്പോൾ തന്നെ വിശ്വാസം ഉണ്ടായി. പിന്നെ ഈ പറയുന്ന ഔലിയാക്കളും അതേപോലെ അമ്പിയാക്കളും അസാധാരണമായ വഴികളിലൂടെ കറാമത്തൻ മുഅ്ജിസത്തൻ അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ സ്വാഭാവികമായി അവരുടെ പ്രത്യേകതയാണ്, അവരുടെ അസാധാരണത്വമാണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ പ്രത്യേകിച്ച് ആദരിക്കുന്നതും പ്രത്യേകിച്ച് ബഹുമാനിക്കുന്നതും. ഈ പ്രവാചകന്മാരാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പാണ്, എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അതേസമയം അള്ളാഹുവിൻ്റെ വിലായത്ത് ആർജിച്ചെടുക്കുവാൻ ഓരോ മുക്കല്ലഫായ മനുഷ്യനും കസ്ബിയായ ഒരു ഇഖ്തിയാറുണ്ട്. എത്തുമോ ഇല്ലേ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കയ്യിലുള്ള കാര്യം. നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അള്ളാഹു അവിടെ എത്തിക്കാതിരിക്കാം. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ ഇതിനെ ഭൗതികമായി ചിന്തിച്ചാലും വളരെ ഓക്കെയാണ്. ഇപ്പം ഇവര് ഈ സയൻസിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഈ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രതിഭാസമുണ്ട്. ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി. അത് മാത്രം ചിന്തിച്ചാൽ മതി. എന്താ ഈ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ? ഈ കണ്ടെത്തപ്പെട്ട ഒബ്സർവ്ഡ് യൂണിവേഴ്സ്,
കണ്ടെത്തപ്പെട്ട ലോകം. ഈ കണ്ടെത്തപ്പെട്ട ലോകത്തിന്റെ വലിപ്പം എത്രയാന്നുള്ളത് അത് ഒരു അക്കം കിട്ടൂല അതിന്. അത്രയും വലിയ ഡയമീറ്റർ എന്ന് പറയും. അത്രയും വലിയൊരു വിശാലമായ ഒരു ഉരുണ്ട മഹാഗോളമാണ് കണ്ടെത്തപ്പെട്ട ലോകം. പറയുമ്പോൾ നേരം പോകുന്നത് കൊണ്ടാണ്. സയൻസിന്റെ ഭാഷയിലും ഈ കണ്ടെത്തപ്പെട്ട പ്രപഞ്ചത്തിന്റെ ആകൃതി ഡയമീറ്റർ ആണ്, റൗണ്ടാണ്. നമ്മളെ തസ്രീഹുൽ അഫ്ലാക്ക് ജസ്റ്റ് ഫലക്കിന്റെ കിതാബെങ്കിലും ഓതിയവർക്ക് അറിയാമല്ലോ ഈ ഭൗതിക ലോകത്ത് എങ്ങനെയാണ് തസ്രീഹുൽ അഫ്ലാക്കിൽ പറയുന്നത്. അൽ ആലമുൽ ജിസ്മാനിയു ഖുറത്തുൻ മുനല്ലദത്തുൻ മിൻ 13 ഖുറത്തൻ എന്നല്ലേ പറഞ്ഞത്. 13 ഗോളങ്ങളാൽ അടുക്കി വെക്കപ്പെട്ട ഒരു മഹാഗോളമാണ് അൽ ആലമുൽ ജിസ്മാനി. അന്ന് ഈ പറയുന്ന ആസ്ട്രോണമിയോ ആസ്ട്രോഫിസിക്സോ ഒന്നും ഇല്ല. പക്ഷെ ഇന്നിത് ഏകദേശം കണ്ടെത്തപ്പെട്ടപ്പോ പറയാണ് ഡയമീറ്റർ ആണ്, കുറയാണ്. പക്ഷെ എന്റെ വിഷയം അതല്ല. പക്ഷേ ഈ കണ്ടെത്തപ്പെടാത്ത ലോകമാണ് കണ്ടെത്തപ്പെട്ട ലോകത്തേക്കാൾ കൂടുതൽ എന്നാണ് സയൻസ് പറയുന്നത്. അപ്പൊ ഈ കണ്ടെത്തപ്പെടാത്ത ലോകത്തെ കുറിച്ച് പറയുന്ന പേരാണ് ഡാർക്ക് മാറ്റർ, ഇരുണ്ട ലോകം. അപ്പൊ കണ്ടെത്തപ്പെടാത്ത ഒരുപാട് സംഗതികളുണ്ടെന്ന്. അതേപോലെ ഡാർക്ക് എനർജി, ആ ഇരുണ്ട ലോകത്തെ, അജ്ഞാത ലോകത്തെ വിശാലമാക്കുന്ന ആക്സിലറേഷൻ ചെയ്യുന്ന ശക്തി, ഊർജം, അതാണ് കൂടുതലുള്ളത് എന്നുള്ളതാണ്. അപ്പൊ സയൻസിന്റെ കണ്ണിലും അറിഞ്ഞതിനേക്കാൾ ഗൈബിയായ സംഗതിയാണ് കൂടുതലുള്ളത് എന്ന് തന്നെയാണ് ഫിസിക്സും പറയുന്നത്. അത് ഏത് സാധാരണക്കാരന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും.